നമസ്കാരം, ദിസ് ഈസ് ഏഞ്ചല, പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി ആമാശയത്തിന്റെ ക്യാൻസറിന് ആമാശയം മുഴുവൻ താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്ത് പാലന ആശുപത്രി ചരിത്രം കുറിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പാലനയിലെ ഗ്യാസ്ട്രോ സർജനും ഉദരത്തിന്റെ ക്യാൻസർ സർജനുമായ ഡോക്ടർ ഗോവിന്ദ് നമ്മളോടൊപ്പം ചേരുന്നു. ആമാശയത്തിന്റെ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള ചികിത്സാ രീതിയെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡോക്ടർ ഗോവിന്ദ് കെ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ശസ്ത്രക്രിയകൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാമിനാർ ഓട്ടിയം ഞങ്ങൾ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. സ്വാഗതം ഡോക്ടർ. താക്കോൽദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ കീഹോൾ സർജറി എന്നാൽ എന്താണ്? സാധാരണയായി വളരെ വലിയ മുറിവുകളിലൂടെ ചെയ്തു വരുന്ന അതേ ശസ്ത്രക്രിയകൾ തന്നെ 1 സെൻറ്റിമീറ്റർ അഥവാ 1/2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള നിരവധി ചെറിയ മുറിവുകളിലൂടെ പൂർത്തിയാക്കി വരുന്നതിനെയാണ് താക്കോൽദ്വാര ശസ്ത്രക്രിയ അഥവാ കീഹോൾ ശസ്ത്രക്രിയ എന്ന് വിളിക്കുന്നത്. താക്കോൽദ്വാര ശസ്ത്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത്? മുൻപ് പറഞ്ഞ പോലെ ചെറിയ മുറിവുകളിലൂടെ പോട്ടുകൾ കയറ്റുന്നു. പോട്ടുകളിലൂടെ ക്യാമറയും അതേസമയം ഓപ്പറേറ്റ് ചെയ്യാനുള്ള നീളമുള്ള ഇൻസ്ട്രുമെൻസും ഉള്ളിലേക്ക് കയറ്റി വയറിനുള്ളിൽ കാറ്റ് നിറച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്ഥലം വയറിനുള്ളിൽ ഉണ്ടാക്കി ആ സ്ഥലത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുന്നു. ക്യാൻസറിനുള്ള കീഹോൾ ശസ്ത്രക്രിയ പാലക്കാട് ചെയ്തു വരുന്നുണ്ടോ? ക്യാൻസറിനുള്ള കീഹോൾ ശസ്ത്രക്രിയ പാലക്കാട് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ അധികമായും നമ്മൾ കീഹോൾ വഴി നീക്കം ചെയ്യുന്ന ക്യാൻസറുകൾ വൻകുടലിൻ്റെയോ മലാശയത്തിൻ്റെയോ ആണ്. ഈയിടെ നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി ആമാശയത്തിൻ്റെ ക്യാൻസർ കീഹോൾ വഴി പൂർണ്ണമായും വിജയകരമായി നീക്കം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ശസ്ത്രക്രിയകളാണ് താക്കോൽദ്വാരം വഴി പാലനയിൽ കൂടുതലായി ചെയ്തു വരുന്നത്? പാലനയിലും അതുപോലെ തന്നെ പാലക്കാടും താക്കോൽദ്വാരം അഥവാ കീഹോൾ വഴി ഏറ്റവും അധികം ചെയ്തു വരുന്ന ശസ്ത്രക്രിയ പിത്തസഞ്ചി നീക്കം ചെയ്യലും അപ്പൻഡിക്സ് നീക്കം ചെയ്യലുമാണ്. അതേമാതിരി തന്നെ കുടലിറക്കം അഥവാ ഹെർണിയയ്ക്കുള്ള ശസ്ത്രക്രിയയും താക്കോൽദ്വാരം വഴി ഒത്തിരിയധികം പാലനയിൽ ചെയ്തു വരുന്നുണ്ട്. ഉദരത്തിലെ ക്യാൻസർ രോഗങ്ങൾക്ക് കീഹോൾ സർജറി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ക്യാൻസറിനുള്ള കീഹോൾ ശസ്ത്രക്രിയ മറ്റുള്ള ശസ്ത്രക്രിയ വെച്ച് കീഹോൾ ശസ്ത്രക്രിയ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സങ്കീർണമായ ഒന്നാണ്. ഇതിന് കാരണമായി നമ്മൾ പറയുന്നത് ക്യാൻസർ ബാധിച്ച അവയവത്തെ മാത്രമല്ല നമ്മൾ സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നത്. നമ്മൾ നീക്കം ചെയ്യുന്നത് ക്യാൻസർ ബാധിച്ച അവയവത്തോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള രക്തക്കുഴലുകളും രക്തക്കുഴലിനോടനുബന്ധിച്ചുള്ള ചെറിയ കഴലകളും, അതായത് ക്യാൻസർ സ്പ്രെഡായിരിക്കാൻ സാധ്യതയുള്ള കഴലകൾ അഥവാ ലിംഫ് നോഡ് എന്നറിയപ്പെടുന്ന അവയവങ്ങളെയും നമ്മൾ നീക്കം ചെയ്തേ പറ്റൂ. കീഹോൾ സർജറി കൊണ്ട് രോഗികൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്യാൻസർ സർജറി ഒരുപാട് കോംപ്ലക്സ് അഥവാ സങ്കീർണമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ഒരുപാട് ക്യാൻസർ സർജറികൾ ഓപ്പൺ ആയാണ് ചെയ്തു വന്നിരുന്നത്, വലിയ മുറിവുകളിലൂടെ. സോ ഈ വലിയ മുറിവുകൾ ഒഴിവാക്കി വളരെ ചെറിയ മുറിവുകളിലൂടെ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് കീഹോൾ സർജറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ചെറിയ മുറിവുകളുടെ സഹായത്താൽ പേഷ്യൻറ്റിന് വേദന അധികം ഇല്ലാതിരിക്കുകയും ആ വേദനക്കുറവ് മൂലം ഓപ്പറേഷൻ കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഒരുപക്ഷെ പേഷ്യൻ്റ് എണീറ്റ് നടക്കാനും സാധിക്കും. അതേമാതിരി തന്നെ വലിയ മുറിവുകൾ ഉള്ള രോഗികൾക്ക് ദീർഘശ്വാസം എടുത്തുവിടാൻ സാധിക്കുകയില്ല. സോ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിക്ക് എത്രയും പെട്ടെന്ന് ദീർഘശ്വാസം എടുത്തുവിടാൻ ഈ വേദനക്കുറവ് മൂലം സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അതുമൂലം തന്നെ നെഞ്ചിന് വരാവുന്ന അണുബാധ ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും. കീഹോൾ സർജറി ക്യാൻസറിനായി ചെയ്തു വരുന്ന രോഗികൾ ഓപ്പൺ സർജറി ചെയ്തു വരുന്ന രോഗികളെക്കാളും ഒരുപാട് കുറവ് സമയമാണ് ആശുപത്രിയിൽ ചെലവഴിക്കുന്നതായി കണ്ടുവരുന്നത്. അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്യും. ക്യാൻസറിനുള്ള കീഹോൾ സർജറിയെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർക്ക് നന്ദി. ആമാശയത്തിന്റെ ക്യാൻസറിന് കീഹോൾ സർജറി പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി വിജയകരമായി പൂർത്തീകരിച്ച് പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ആമാശയത്തിന്റെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് പോലും കീഹോൾ സർജറി വിജയകരമായി പൂർത്തീകരിക്കാം എന്ന സന്ദേശമാണ് ഞങ്ങളിവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നതും. നന്ദി, നമസ്കാരം.